കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ വ്യത്യസ്ത സിറ്റികളിൽ റെൻ്റ് ഔട്ട് ചെയ്യുന്ന ആളുകൾക്ക് ശരാശരി എത്ര റെൻ്റൽ ഇൻകമാണ് ലഭിക്കുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി. ശരിക്കും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. കാരണം പല ആൾക്കാരും വലിയ പ്രതീക്ഷകളുമായിട്ട് ഈ റെൻ്റൽ പ്രോപ്പർട്ടികളെല്ലാം വാങ്ങുന്ന സമയത്ത് അവർക്ക് ആക്ച്വലി എന്ത് റിട്ടേൺ ആണ് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു ഉൾക്കാഴ്ച ഈ ഒരു റിപ്പോർട്ടിലൂടെ താങ്കൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കൾ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തൊമ്മിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ വ്യത്യസ്ത സിറ്റികളിലെല്ലാം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങി റെൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശരാശരി എന്ത് റിട്ടേൺസ് ലഭിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിൻ്റെ ഒരു വിശകലനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയൊക്കെ വാങ്ങി റെൻ്റ് ഔട്ട് ചെയ്തിട്ട് റിട്ടയർമെൻ്റ് എല്ലാം പ്ലാൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാകട്ടെ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് നമ്മളൊന്ന് വിശകലനം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പം നമുക്ക് മണി കൺട്രോളിൽ വന്ന ഒരു സർവേ റിപ്പോർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺ ആൻ ആവറേജ് ഇപ്പോൾ ഒരു ഇയർലി ഈൽഡ് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്ര ഈൽഡാണ് ഇപ്പോൾ ഇവർക്ക് ഈ ഒരു റെൻ്റൽ പ്രോപ്പർട്ടിയിൽ നിന്ന് ശരാശരി ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം നമുക്ക് മെട്രോ സിറ്റികൾ നമുക്ക് നോക്കാം. ഇപ്പോൾ മെട്രോ സിറ്റിയിൽ നമുക്കിപ്പോൾ ഡൽഹി അതായത് NCR കൊണ്ട് കാണിച്ചിരിക്കുന്നത് ആ ഒരു ഏരിയയാണ്. അവിടെ ഒരു ശരാശരി കിട്ടുന്ന ഒരു റിട്ടേൺ 2.767% ആവറേജ് റിട്ടേൺ ആണ് ഇപ്പോൾ ഡൽഹിയിൽ കിട്ടുന്നത്. മുംബൈ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, മുംബൈയിൽ ശരാശരി 2.51% ആവറേജ് റിട്ടേൺസ് ആണ് ലഭിക്കുന്നത്. ഇപ്പം നമ്മൾ ചെന്നൈ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2.35% ആവറേജ് റിട്ടേൺ ആണ്. ഇപ്പോൾ ബംഗളൂരു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3.64% ആവറേജ് റിട്ടേൺ ആണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ കൊച്ചിൻ ആവറേജ് കൊടുത്തിരിക്കുന്നത് 2.99% റിട്ടേണും, ട്രിവാൻഡ്രം 2.43% റിട്ടേൺസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെൻ്റൽ ഇൻകം ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വഡോദരയിലാണ് ഏകദേശം 4%-ലധികം ഒരു റെൻ്റൽ ഇൻകം ഇന്ത്യയിൽ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4% റിട്ടേൺ എങ്കിലും ഇപ്പോൾ റെൻ്റൽ ഇൻകമായിട്ട് കിട്ടുന്ന ആകെ ഒരു സിറ്റി ഇവിടെ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം വഡോദര മാത്രമാണ്. അതായത് ഇപ്പോൾ ശരാശരി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് ഏകദേശം ഒരു 2.5% to 3% അതാണ് ഇപ്പം നമുക്ക് ശരാശരി കേരളത്തിലെ ഒരു റെൻ്റൽ ഇൻകമായിട്ട്, അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു റെൻ്റൽ ഇൻകമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു തുക. ഈ ഒരു മൊത്തം തുക നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു മൊത്തം തുക നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെൻ്റൽ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് അതിൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്. നോർമൽ സിറ്റുവേഷനിൽ ഇപ്പം നമ്മളുടെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെൻ്റൽ ഇൻകത്തിൻ്റെ ഒരു 25% എങ്കിലും ഒരു മെയിൻ്റനൻസ് കോസ്റ്റായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട്. ഈ പ്രോപ്പർട്ടി ടാക്സ് നമ്മൾ കൊടുക്കാനുള്ള നമുക്ക് ലയബിലിറ്റി ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ റെൻ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മൾ ഇൻകത്തോടെ ആഡ് ചെയ്തിട്ട് അവിടെ വീണ്ടും നമ്മൾ ഇൻകം ടാക്സ് IT നമ്മൾ കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 to 2% റിട്ടേൺസ് ആണ് ഒരു റെൻ്റൽ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ശരാശരി ലഭിക്കുന്നത്.
ഇപ്പം നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ സാധാരണ ഒരു SB അക്കൗണ്ടിൽ നിന്ന് ഏകദേശം ഒരു 3% റിട്ടേൺസ് നമുക്ക് പ്രത്യേകിച്ച് ഒരു റിസ്ക്കും ഇല്ലാതെ, ഒരു തലവേദന ഇല്ലാതെ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ റെൻ്റൽ പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് റെൻറ്റ് പിരിക്കാൻ നമ്മൾ നടക്കണം. അവിടെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റണം. ഇങ്ങനത്തെ ഒരു തലവേദന ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു SB അക്കൗണ്ടിൽ നിന്ന് നമുക്കൊരു 3% റിട്ടേൺസ് എല്ലാം നമുക്ക് ലഭിക്കും. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെൻ്റൽ ഇൻകം എന്നത് അത്രയ്ക്കും വലിയ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് അല്ല. അതിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഡൈനാമിക് അസറ്റ് അലോക്കേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹൈബ്രിഡ് ഫണ്ടിൽ എന്തെങ്കിലുമൊക്കെ നിക്ഷേപിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു SWP വഴി, അതായത് SWP എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഇവിടെ ബാങ്ക് ഉണ്ട്. ഈ ബാങ്കിലേക്ക് എല്ലാ മാസവും നമ്മൾ വിഡ്രോ ചെയ്യുന്ന ആ മെത്തേഡിനെ പറയുന്ന പേരാണ് SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 6% ഒക്കെ നമുക്കൊരു ലോങ് ടേം വ്യൂവിൽ നമുക്ക് വിഡ്രോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു പാസ്റ്റ് റെക്കോർഡ്സ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു റെഗുലർ ഇൻകം നമുക്ക് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ, ആ ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ താങ്കൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരങ്ങൾ താങ്കൾക്ക് ലഭിക്കും. അല്ലെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനും ഡിസ്ട്രിബ്യൂട്ടറിനും എല്ലാം കണ്ടെത്തുക. അപ്പോൾ അവരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് താങ്കൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ റെഡിയാക്കി തരുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. താങ്കൾക്ക് ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇപ്പം ഞങ്ങളെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ ഞങ്ങൾ വാട്സാപ്പ് ലിങ്ക്, അതായത് ഡയറക്റ്റ് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതിനുള്ള ലിങ്ക് അവൈലബിൾ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ പുതുതായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലൂടെ ആയിരിക്കും ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. എന്നത് മാത്രമല്ല, എല്ലാ മാസവുന്നോളം ഈ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് വെബിനാറുകൾ എല്ലാ മാസവും ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ താങ്കൾ ഈ ഒരു ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ അംഗമാകുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ച് ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.